സുധാകരനെ സംബന്ധിച്ച് അദ്ദേഹം നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതുപോലെ മാസ് ലീഡറാണ്. അദ്ദേഹത്തിന്റെ ചരിത്രമൊക്കെ അറിയാം. പക്ഷേ നമുക്കറിയാം അദ്ദേഹത്തിന് കഴിഞ്ഞ കാലയളവിൽ അത്ര ഗംഭീരമായി പ്രവർത്തിക്കണം. അദ്ദേഹത്തിന്റെ ഈ ഓർമ്മയ്ക്കും അതുപോലെ തന്നെ ചില കാര്യങ്ങൾ ഓർത്തെടുത്ത് പറയുന്നതിനുമൊക്കെ തടസ്സങ്ങളുണ്ട്. അത് പ്രവർത്തകർക്ക് അല്ലെങ്കിൽ നേതാക്കൾക്ക് തന്നെയും ആശയവിനിമയത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് നേതാക്കൾ തന്നെ പറയുന്നത്. സ്വകാര്യ സംഭാഷണങ്ങളിലൊക്കെ ഈ കാര്യങ്ങൾ അവരെടുത്ത് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ സജീവമായി ഫുൾ ഫ്ലെഡ്ജഡായി പ്രവർത്തിക്കാൻ കഴിയുന്ന പ്രസിഡന്റ് ഇല്ല, അതൊരു പ്രശ്നമാണ് എന്ന് പല കോൺഗ്രസ് നേതാക്കളും വ്യക്തിപരമായി സംസാരിക്കുമ്പോൾ പറയുന്നുണ്ട്. അപ്പോൾ അത് എന്നുള്ള ഘടകത്തിലായിരിക്കാം മാറ്റം. പക്ഷെ അങ്ങനെ മാറ്റുമ്പോൾ ഏത് പരിഗണനയിൽ മാറ്റണം, പുതിയ ആളെ എന്ത് പരിഗണനയിൽ തിരഞ്ഞെടുക്കണം എന്നുള്ളത് കോൺഗ്രസ് കുറെ കൂടി അവധാനതയോടുകൂടി ആലോചിക്കേണ്ടതല്ലേ? അല്ല, അഭിലാഷ്, ഇവിടെ നമ്മൾ ഇക്കാര്യത്തൊക്കെ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം ഒന്ന് റീഡിഫൈൻ ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ പക്ഷം. കാരണം എന്ന് വെച്ചാൽ നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയമാണ് ജനങ്ങൾ അംഗീകരിക്കുന്നത്. അല്ല, നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന ഒരു സമുദായ ഒരു ഇന്ന സമുദായത്തിൽപ്പെട്ട ഒരു നേതാവിനെ മുന്നോട്ട് വെച്ചാൽ ആ രാഷ്ട്രീയമല്ല ജനങ്ങൾ അംഗീകരിക്കുന്നത്. നിങ്ങൾ ഏത് സമുദായത്തിൽപ്പെട്ടവനായിക്കോട്ടെ, ഏത് മതവിശ്വാസി ആയിക്കോട്ടെ, നിങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം എന്താണെന്നാണ് ജനസമൂഹം നോക്കുള്ളൂ. 2016-ലും 2021-ലും ക്രൈസ്തവരുടെ വലിയൊരു വിഭാഗം വോട്ട് പിണറായി വിജയനാണ് കിട്ടിയത്. CPM കിട്ടി. പിണറായി ഞാൻ ഉദ്ദേശിച്ച CPM കിട്ടി. കാരണം എന്തുകൊണ്ടാണ്? CPM മുന്നോട്ട് വെച്ചൊരു രാഷ്ട്രീയത്തെ അവർക്ക് അംഗീകരിക്കാൻ പറ്റി. അപ്പോൾ പിണറായി വിജയൻ കത്തോലിക്കനായതുകൊണ്ടാണ് അന്ന് ക്രിസ്ത്യാനികളെല്ലാം ഇടതുപക്ഷത്തിന് CPM വോട്ട് ചെയ്ത്. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് അപ്പുറത്ത് നിന്നപ്പോഴത്തേക്കും പ്രമുഖ കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ UDF-ന്റെ കുത്തക സീറ്റുകൾ മാണി ഗ്രൂപ്പ് ഇടതുപക്ഷത്ത് നിന്ന് ജയിച്ചില്ലേ? അപ്പോൾ അതൊക്കെ അവർ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയത്തിൻ്റെ മെറിറ്റാണത്. അപ്പോൾ കോൺഗ്രസ് ഇക്കാര്യത്തിൽ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം ഏതാണെന്ന് ജനങ്ങൾ തിരിച്ചറിയുമ്പോഴാണ് കോൺഗ്രസിൻ്റെ കൂടെ ജനങ്ങൾ നിൽക്കുള്ളൂ. അപ്പോൾ ആ ഒരു രാഷ്ട്രീയത്തിൻ്റെ മെറിറ്റിനെ നമ്മൾ ഒരു വ്യക്തിയുടെയും അല്ലെങ്കിൽ ആ വ്യക്തിയുടെ സമുദായത്തിൽപ്പെട്ട ആളാണ് എന്നുള്ളതിനേക്കാൾ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയത്തിൻ്റെ മെറിറ്റാണ് ജനങ്ങൾ കണക്കിലെടുക്കുന്നത് എന്നുള്ളത് നമ്മൾ ഇനിയെങ്കിലും മനസ്സിലാക്കണം. അത് ഇനിയും കോൺഗ്രസ് മനസ്സിലാക്കിയില്ലെങ്കിൽ ഇനിയുള്ള കാലത്ത് കേരളത്തിൽ മുന്നോട്ട് പോകാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഇപ്പോൾ പുതിയ തലമുറ രാഹുൽ മാങ്കൂട്ടത്തിന് അല്ലെങ്കിൽ ഷാഫി പറമ്പിലിൻ്റെ പേരൊക്കെ നിങ്ങളോട് പറഞ്ഞല്ലോ. ഇവരുടെയൊക്കെ ഒരു ഗുണം വെച്ച് ഞാൻ കാണുന്നത് ഇവർ കൃത്യമായ രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കുന്നു എന്നുള്ളതാണ്. കൃത്യമായ രാഷ്ട്രീയം മുന്നോട്ട് വെച്ചാൽ നിങ്ങൾ ഏത് വ്യക്തി ആയിക്കോട്ടെ, ഏത് സമുദായത്തിൽപ്പെട്ട ആളായിക്കോട്ടെ, രാഷ്ട്രീയമാണ് പറയുന്നതെങ്കിൽ അതിനെ ഏറ്റുവാങ്ങാൻ ജനങ്ങളുണ്ടാവും. കോൺഗ്രസിൻ്റെ പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള രാഷ്ട്രീയം മുന്നോട്ട് വെച്ചാൽ ക്രിസ്ത്യനെയും മുസ്ലിമും നായരും ഈഴവനൊക്കെ അത് ഏറ്റുവാങ്ങാനുണ്ടാവും. കാരണം അങ്ങനെയാണ് ജനങ്ങൾ മോൾഡ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ രണ്ടാമത്തെ കാര്യം പറഞ്ഞ പോലെ കെ സുധാകരൻ്റെ ഒരു നേതൃത്വം കഴിഞ്ഞ 4 വർഷത്തെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം എടുത്തു നോക്കുകയാണെങ്കിൽ യാതൊരു കുറ്റവും തെറ്റും പറയാൻ ആർക്കും ഇല്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് കൂടിയായിരിക്കണം ഇദ്ദേഹത്തെ എന്തിനു മാറ്റും എന്നുള്ള ചോദ്യം ഉയർന്നു വരുമ്പോൾ ഹൈക്കമാൻഡ് വീണ്ടും ശങ്കിക്കുന്നത്, ആലോചിക്കുന്നത് എനിക്ക് തോന്നുന്നു. കാരണം കഴിഞ്ഞ 4 വർഷവും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തെ നമുക്കൊന്നും കുറ്റം പറയാൻ സാധ്യയില്ല. ഉപതെരഞ്ഞെടുപ്പിൽ വന്നു, പിന്നെ CPM-നെ നേരിടുന്ന കാര്യത്തിലും അദ്ദേഹത്തിൻ്റെ മോൺസൺ മാവുങ്കലായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ അദ്ദേഹത്തെ മണിക്കൂറുകളിൽ ചോദ്യം ചെയ്ത് വലിയൊരു സീൻ തന്നെ ഉണ്ടാക്കി CPM പിണറായി സർക്കാർ. പക്ഷെ അതിൽ നിന്നൊക്കെ അദ്ദേഹം പിടിച്ചു നിൽക്കാൻ അദ്ദേഹം കഴിഞ്ഞത് അദ്ദേഹം ആ കണ്ണൂരിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൻ്റെ കരുത്ത് അദ്ദേഹത്തിനുള്ളതുകൊണ്ട് തന്നെയാണ്. പക്ഷേ ശരി, എന്നാലും കെ സുധാകരനെ മാറ്റാൻ കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനം എടുക്കാം. കാരണം ഏത് പാർട്ടിക്കും അവരുടെ നേതാവിനെ മാറ്റാൻ തീരുമാനമെടുക്കാനുള്ള അധികാരാവകാശമുണ്ട്. അതിനെ അംഗീകരിച്ചാൽ മതിയാവും. കെ സുധാകരനും ഹൈക്കമാൻഡിനുള്ള അധികാരത്തെ അംഗീകരിക്കേണ്ടതാണ്. അദ്ദേഹം അംഗീകരിക്കുന്നതാണ് എൻ്റെ വിശ്വാസം. പക്ഷേ ഈ പറയുന്ന പോലെ അതിനുശേഷം വരുന്ന ആളുകൾക്ക്, അല്ലെങ്കിൽ ആൻ്റോ ആയിക്കോട്ടെ, വേറെ ആളായിക്കോട്ടെ, അവരെല്ലാം ഈ പാർട്ടിയിൽ വർഷങ്ങളോളം പണിയെടുത്ത് അവരെ മെറിച്ച് തെളിയിച്ചിട്ടാണ് അവർ അധികാര സ്ഥാനങ്ങളിലെത്തി MP ആയും MLA ആയി ഇരിക്കുന്നത്. അവർ വെറുതെ ഏതെങ്കിലും സമുദായത്തിൻ്റെ കള്ളിയിൽ പെടുത്തിക്കൊണ്ട് അവരെ ജനങ്ങൾക്ക് മുന്നിൽ ഇപ്പം നാളെ ഈ ഏതെങ്കിലും ഒരു സഭയുടെ ആളായിട്ടൊരു വ്യക്തി പ്രസിഡന്റ് ആയിരിക്കട്ടെ, നാളെ രാഷ്ട്രീയ വിമർശകരുടെ ഏറ്റവും വലിയ ആക്രമണം എന്തായിരിക്കും? നിങ്ങൾ മറ്റേ സഭ പറഞ്ഞ ആളെയല്ലേ പ്രസിഡന്റാക്കിയത്. ഇതാണ് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം എന്ന് ജനങ്ങളുടെ മുമ്പിലേക്ക് ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അല്ലെങ്കിൽ കോൺഗ്രസിൽ വിശ്വസിക്കുന്ന, ആശയത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാർ എന്ത് ചെയ്യും? അത്തരം പ്രശ്നങ്ങളൊക്കെ ഉയർന്നു വരുന്ന ഇവർ മനസ്സിലാക്കണം. കെ സുധാകരനെ മാറ്റാതിരിക്കുന്നതല്ല വിഷയം. ഹൈക്കമാൻഡിൻ്റെ തീരുമാനം, ഹൈക്കമാൻഡ് ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ AICC പ്രസിഡന്റ് മുതൽ ബൂത്ത് പ്രസിഡന്റ് വരെ അംഗീകരിക്കാൻ ബാധ്യസ്ഥരാണ്. അതിനപ്പുറത്തേക്കുള്ള ചോദ്യമോ ഉത്തരവും ഇല്ല. അത് കെ സുധാകരനായാലും എക്സ്ട്രാ ആരായാലും. പക്ഷേ ഇത്തരം ഈ രാഷ്ട്രീയ സാമൂഹിക ചർച്ചകൾ ഉയർന്നു വരുമ്പോൾ അത് കോൺഗ്രസിനെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വിഷയം. കോൺഗ്രസിന്റെ രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കുകയും അത് ജനങ്ങൾ അംഗീകരിക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ ഈ പാർട്ടിക്ക് ഭാവിയുള്ളൂ. അത് ഇവരെല്ലാവരും മനസ്സിലാക്കിയാൽ നന്നെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ.